ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് നടന്ന സംഭവം കണ്ടു. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അയലത്തെ അദ്ദേഹം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കുക. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു നാരായണനാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട്, ലിജോ മോള്, ശ്രുതി രാമചന്ദ്രൻ, സുധി കോപ്പ, ജോണി ആന്റണി, ലാലു അലക്സ് തുടങ്ങിയവരാണ്. ഇതുകൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. കഥാപാത്രങ്ങൾ ഒരുപാട് പേരായതുകൊണ്ട് തന്നെ സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹീറോ പരിവേഷമൊന്നും ആർക്കും ഇല്ല. പക്ഷെ ഉള്ളവരെല്ലാവരും നല്ലതായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ സിനിമയുടെ ഉള്ളടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഇതിന്റെ പോസ്റ്റർ ഡീറ്റെയിലിംഗ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സദാചാര മലയാളിയുടെ ഒരു മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന ഒരു സിനിമയാണത്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയകളിലൊക്കെ പല വീഡിയോകളിലും പ്രചരിക്കുന്നത്. അതായത് ഒരു മോറൽ പോലീസിങ്ങിന്റെ സ്വഭാവം മലയാളിക്കുണ്ട്. ഒരാണും ഒരു പെണ്ണും ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ മറ്റെന്തോ ആണെന്ന് വിചാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മലയാളിക്കുണ്ട്. മലയാളിക്കല്ല, പൊതുവെ അത് ഇന്ത്യൻസിന് മൊത്തമുള്ള ഒരു കേസാണ്. എന്താണെങ്കിലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരാൾ ഊതിപ്പെരിപ്പിക്കുകയാണെങ്കിൽ ആ ഊതിപ്പെരിപ്പിക്കുന്ന സംഭവം ഏതൊക്കെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം, അത് മറ്റൊരാളുടെ അരികിലേക്ക് എത്തുമ്പോൾ അയാളിൽ നിന്ന് അത് ഏതൊക്കെ തരത്തിലേക്ക് വേറെ ഇടങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടാം എന്നൊക്കെ ഉള്ളത് സിനിമയിൽ പലയിടങ്ങളിലും നന്നായിട്ട് തന്നെ കാണിച്ചു പോകുന്നുണ്ട്. തുടക്കം തൊട്ടേ കഥയുടെ ഒരു അന്തരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് ഈസി ആയിട്ട് കഥയുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ സംഭവങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടും ഇയാൾ പാവമല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുമുള്ള കുറെ ഇൻസിഡൻസ്, ഇയാളൊരു നല്ല മനുഷ്യനാണ്, നല്ലവനായ ഉണ്ണിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഒന്നാം പകുതിയിലേക്ക് പ്രധാന ഇൻസിഡന്റിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ നല്ലവനായ ഉണ്ണിയുടെ നല്ല മുഖം തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് കഥാപാത്രങ്ങളെല്ലാം ഒന്നു ചേരും. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് എന്താണെന്ന് നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. തുടക്കം തൊട്ടേ നമുക്കറിയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ആയിരിക്കും അവസാനിക്കുന്നത്, ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ വന്നു ചേരുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില കഥാപാത്രങ്ങളോട് നമുക്ക് നല്ല ദേഷ്യം തോന്നും. ആ നല്ല ദേഷ്യം തോന്നുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടിട്ടുള്ള ചില ആൾക്കാരാണ്. അവർക്ക് രണ്ടെണ്ണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഈ സിനിമയിൽ ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്യുന്നതിൽ എനിക്ക് പെട്ടെന്ന് നമ്മുടെ പഴയ കാലത്തിൽ ജഗതി ചേട്ടൻ ഒരു സിനിമയിൽ ഈച്ചപ്പാച്ചു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പോരാത്തതിന് ആ ഒരു കഥാപാത്രം വരുമ്പോൾ ഈച്ചയുടെ ഒരു ശബ്ദവും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും. സോ പരത്തി വിടുക എന്ന് പറയുന്ന ഒരു സ്വഭാവമില്ലേ, അതിനെയൊക്കെ വളരെ നൈസായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും സിനിമയിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് പലതും തൊട്ടും തൊടാതെയും പറഞ്ഞുപോയി എന്നുള്ളതാണ് സിനിമയിൽ പറ്റിയ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ചെറിയൊരു പ്ലോട്ടിനെ വലിച്ചു നീട്ടി പരത്തി വെച്ച ഒരവസ്ഥ. ടോട്ടലി സിനിമയ്ക്കകത്ത് എവിടെ എന്തൊക്കെ പറയണം എന്നുള്ളത് ടോട്ടലി ഡയറക്ടറും ടീമും കൺഫ്യൂഷൻ ആയതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പലപ്പോഴും ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി ആ സംഭവം അപ്പൊ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് മറ്റൊരു ഇൻസിഡന്റിലേക്ക് പോകുന്നു. സെക്കൻഡ് ഹാഫിൽ ടോട്ടലി കുറെ കഥാപാത്രങ്ങൾ വന്നു കയറുന്നുണ്ടെങ്കിലും ഒരു ആക്ഷൻ ഹീറോ ബിജു സ്റ്റൈലിലേക്കുള്ള ഒരു സ്റ്റേഷൻ സെറ്റപ്പിലേക്ക് കഥ മാറുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ കഥ പുരോഗമിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഇവർക്കൊന്നും പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. കഥയിൽ കുറെ സ്പേസ് വെറുതെ കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ വന്ന് അതിനകത്ത് കയറിയിട്ട് പോട്ടെ, ഇവർക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമയിൽ അവർ വന്നു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ടോട്ടലി നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 1 അവറിനകത്ത് തീർക്കാവുന്ന, അല്ലെങ്കിൽ 1 അവറിൽ താഴെ തീർക്കാവുന്ന ഒരു ഷോർട്ട് ഫിലിമിനുള്ള ഒരു കണ്ടന്റിനെ 2 മണിക്കൂർ വലുതായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. പെർഫോമൻസ് വൈസ് ബിജു മേനോനും സുരാജ് വെഞ്ഞാറമൂട് ഒപ്പമുള്ള എല്ലാ താരങ്ങളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കഥാപാത്രങ്ങളോടും ഒരു ഇമോഷണൽ കണക്ഷനും, ഒരു തരത്തിലുള്ള ഇമോഷണൽ കണക്ഷനും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോ ഉണ്ണിയേട്ടന്റെ കഥാപാത്രത്തിനോടാണെങ്കിലും ഉണ്ണിയേട്ടന്റെ എതിരാളിയായിട്ട് വരുന്ന അജിത്തേട്ടന്റെ കഥാപാത്രത്തിനോടാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അവസാന ഭാഗത്തോടെ അടുക്കുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ഒരു ഇമോഷണലി ഇവന് 2 വേണം, അല്ലെങ്കിൽ അവൻ 2 കിട്ടണം, ഇതെന്താ ഒരടി കൊടുക്കാത്ത എന്ന് തോന്നിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. തുടക്കം തൊട്ടേ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് പോകാവുന്ന ഒരു സ്റ്റൈലിലുള്ള കഥാശൈലിയും അവതരണവും തന്നെയാണ് സിനിമയിൽ പലയിടങ്ങളിലും മുഷിപ്പിച്ചത്. സോ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്, സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതുപോലുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരു വൺ ടൈം വാച്ചബിളിന് പറ്റിയ ഒരു ഫ്ലിക്കായിട്ട് മാത്രമാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആകെ തന്നെ മറ്റൊരു പോസിറ്റീവ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. അത് ചിലയിടങ്ങളിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട്. അതൊരു ഹോണ്ടിങ് ടൈപ്പ് ഒരു മ്യൂസിക് ആണ് ഫീൽ ചെയ്തത്. പക്ഷെ അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് 2 കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഫീൽ ചെയ്യിപ്പിക്കുന്ന
ചില സംഭവങ്ങളും ഉണ്ട്. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാതെ ഒന്നും തരാതെ പോയ ഒരു സിനിമയാണ് നടന്ന സംഭവം. എവിടെ നടന്നു, എന്തിനു നടന്നു, എങ്ങനെ നടന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. കൂടുതലൊന്നും പറയില്ല. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും